പാഠപുസ്തക പരിഷ്കരണം ഇനി എല്ലാ വർഷവും നടത്താൻ ഒരുങ്ങുകയാണ് വിദ്യാഭ്യാസ വകുപ്പ്. 2, 4, 6, 8 ക്ലാസ്സുകളിലെ 128 ടൈറ്റിൽ മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, കന്നഡ മീഡിയം പുസ്തകങ്ങൾക്കും അംഗീകാരം നൽകിയിട്ടുണ്ട്. ഏപ്രിൽ മാസത്തോടെ 10ാം ക്ലാസ്സിലെ പരിഷ്കരിച്ച പുസ്തകങ്ങൾ കുട്ടികൾക്ക് വിതരണം ചെയ്യാൻ ഒരുങ്ങുകയാണ് വിദ്യാഭ്യാസ വകുപ്പ്. ശാലിനി, എല്ലാ വർഷവും ഇനിയും പാഠപുസ്തകം മാറ്റാൻ പോവുകയാണ് എന്നാണ് പറയുന്നത്. എല്ലാ വർഷവും ഇങ്ങനെ മാറ്റിയാൽ കുട്ടികൾക്ക് സ്ഥിരമായി പാഠപുസ്തകങ്ങൾ മാറ്റിക്കൊണ്ടേയിരിക്കണം. ഇതൊക്കെ കൃത്യമായി എത്തിക്കാൻ കഴിയണം. ഈ പാഠപുസ്തകങ്ങൾ എല്ലാ വർഷവും മാറ്റുമ്പോൾ എത്ര ലക്ഷം രൂപയാണ് സർക്കാരിന് ബാധ്യതയായി വരുന്നതും അല്ലേ? പക്ഷേ പാഠപുസ്തക പരിഷ്കരണ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമായിരിക്കുമല്ലോ ഇത്തരത്തിലൊരു തീരുമാനം. ശാലിനി. വിനോദ്, അത് തന്നെയാണ്. കാരണം സാമ്പത്തികമായി വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിൽ തുടരുന്ന സംസ്ഥാന സർക്കാർ, പ്രത്യേകിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പ്, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്, ഹയർ സെക്കൻഡറി പരീക്ഷ അടക്കം നടത്താൻ സ്വന്തം കീശയിൽ നിന്ന് പ്രിൻസിപ്പൽമാരും ഒപ്പം തന്നെ സ്കൂൾ അധികൃതരും പണം എടുക്കേണ്ട സാഹചര്യത്തിലേക്ക് ഒരു പരീക്ഷ നടത്തിപ്പെത്തിയത്. അവിടെയാണ് എല്ലാ വർഷവും പാഠപുസ്തക പരിഷ്കരണം നടത്തുമെന്നുള്ള മന്ത്രിയുടെ പ്രഖ്യാപനം എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് കരിക്കുലം കമ്മിറ്റിയുടെ യോഗം ചേർന്നിരുന്നു. ചില ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങളുടെ അന്തിമ അംഗീകാരവുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ യോഗം ചേർന്നിട്ടുള്ളത്. ഈ യോഗത്തിലാണ് മന്ത്രി ഇത്തരത്തിലൊരു നിർദ്ദേശം വെച്ചിട്ടുള്ളത്. കാരണം വിദ്യാർത്ഥികൾ പുത്തൻ രീതിയിൽ മികവിന്റെ കേന്ദ്രങ്ങളിൽ പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ എല്ലാ വർഷവും ഇനി പാഠപുസ്തകങ്ങൾ ക്രമീകരിക്കണം, ഒപ്പം തന്നെ അത് അച്ചടിച്ച് വിദ്യാർത്ഥികളിലേക്ക് എല്ലാ വർഷവും മെയ് മാസത്തോടു കൂടി, അതായത് അധ്യയനം തുടങ്ങുന്നതിന് മുൻപ് തന്നെ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കണം എന്നുള്ളത് മന്ത്രി പറഞ്ഞിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം ചേർന്ന കരിക്കുലം കമ്മിറ്റി യോഗത്തിൽ 2, 4, 6, 8 ക്ലാസ്സുകളിൽ 128 ടൈറ്റിൽ, ഒപ്പം തന്നെ മലയാളം, ഇംഗ്ലീഷ്, കന്നഡ, തമിഴ് മീഡിയം പാഠപുസ്തകങ്ങൾക്കാണ് ഔദ്യോഗികമായ അംഗീകാരം നൽകിയിട്ടുള്ളത്. 10ാം ക്ലാസ്സിലെ 77 ടൈറ്റിൽ പാഠപുസ്തകങ്ങൾക്ക് കഴിഞ്ഞ മാസം ചേർന്ന കരിക്കുലം കമ്മിറ്റി യോഗത്തിൽ ധാരണയാവുകയും ചെയ്തിരുന്നു. ഏപ്രിൽ മാസത്തോടെ പരിഷ്കരിച്ച 10ാം ക്ലാസ്സിലെ പുസ്തകങ്ങൾ വിതരണം ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പ് പ്രതീക്ഷിക്കുന്നത്. എല്ലാ പാഠപുസ്തകങ്ങളും അച്ചടി പൂർത്തിയാക്കി ഏപ്രിൽ മാസം തന്നെ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് പറയുമ്പോഴും അത് എത്രത്തോളം പ്രായോഗികമാകുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടിയിരിക്കുന്നത്. പ്രത്യേകിച്ച് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഒരു കാലഘട്ടം, വിദ്യാഭ്യാസ വകുപ്പ് അടക്കം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തിയിരിക്കുന്ന പശ്ചാത്തലമൊക്കെയുണ്ട്. ഇതിനിടയിൽ എല്ലാ വർഷവും പാഠപുസ്തക പരിഷ്കരണം എങ്ങനെ നടക്കും, ആ പാഠപുസ്തക പരിഷ്കരണം നടക്കുകയാണെങ്കിൽ തന്നെ അതെങ്ങനെ അച്ചടിച്ച് വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കും, മന്ത്രിയുടെ വാക്ക് ഉറപ്പാകുമോ അതോ പാഴാകുമോ എന്നുള്ളതൊക്കെയാണ് ഇനി കണ്ടറിയേണ്ടത്. എന്തായാലും കരിക്കുലം കമ്മിറ്റി യോഗം, കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്ന കരിക്കുലം കമ്മിറ്റി യോഗത്തിലാണ് ഇത്തരത്തിലൊരു പ്രഖ്യാപനം മന്ത്രി നടത്തിയിട്ടുള്ളത്. അതിന് മന്ത്രിയുടേതായിട്ടുള്ള ന്യായീകരണങ്ങളുണ്ട്. DG അടക്കമുള്ളവർ പങ്കെടുത്ത യോഗത്തിലാണ് ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. വിദ്യാഭ്യാസ വിദഗ്ധർ അടക്കമുള്ളവർ ഇത് അത്രയധികം പ്രായോഗികമല്ല എന്നുള്ള ചില സൂചനകളും ചില സാധ്യതകളും ഒക്കെ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. വിനോദ് സൂചിപ്പിച്ചതുപോലെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ സ്വന്തം പരീക്ഷാ നടത്തിപ്പ് പോലും നടത്താൻ കഴിയാത്ത രീതിയിൽ വകുപ്പ് മുന്നോട്ട് പോകുമ്പോൾ ഈ ഒരു പരിഷ്കരണം എത്രത്തോളം പ്രാവർത്തികമാകും, പുസ്തകം അച്ചടി എത്രത്തോളം പ്രാബല്യത്തിൽ വരുമെന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എല്ലാ വർഷവും പാഠപുസ്തകങ്ങൾ പരിഷ്കരിക്കാനുള്ള തീരുമാനം, ഇത് വലിയ സാമ്പത്തിക ബാധ്യത തന്നെയാണ് സംസ്ഥാന. ഇത്രത്തോളം വലിയൊരു സാമ്പത്തിക ബാധ്യത അല്ലെങ്കിൽ സാമ്പത്തിക പിരിമുറുക്കത്തിലൂടെയാണ് സംസ്ഥാന സർക്കാർ പല വകുപ്പുകളിലും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു ഘട്ടത്തിൽ തന്നെ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ ക്ഷണിക്കുന്നത് എത്രത്തോളം സാമ്പത്തിക പിരിമുറുക്കം വർദ്ധിപ്പിക്കുമെന്നുള്ളതാണ് അല്ലേ? അത് മാത്രമല്ല ദേവിക, ഈ പാഠപുസ്തകം അച്ചടിക്കുന്ന അടക്കമുള്ള പേപ്പറുകൾ വാങ്ങുന്നതിൽ പോലും കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടക്കുന്നു തുടങ്ങിയ വാർത്തകളും പുറത്തു വരുന്നുണ്ട്. അപ്പോഴാണ് പറയുന്നത് എല്ലാ വർഷവും നമുക്ക് പാഠപുസ്തകങ്ങൾ പരിഷ്കരിക്കാമെന്ന് പറയുന്നത്. ഇതിൻ്റെ പിന്നിലൊക്കെ എന്ത് ചേതോവികാരമാണ് എന്നുള്ളത് ഇനിയും തുടർ ദിവസങ്ങൾ വേണം കണ്ടറിയാം.